ഹലോ, വെൽക്കം ബാക്ക് ടു ആൻലീൻസ് ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ഹിസ്റ്ററീൻ്റെ ഒന്നാമത്തെ പാഠം എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതൊക്കെ കണ്ട് പഠിച്ചില്ലേ? ഓക്കെ, നമുക്കിനി രണ്ടാമത്തെ പാഠം പഠിക്കണം. രണ്ടാമത്തെ പാഠം ഒന്നാം പാഠം പോലെ തന്നെ നല്ല എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാവേ. അപ്പോൾ നിങ്ങൾ ആദ്യം ബുദ്ധിമുട്ടാണെന്നൊന്നും വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ചാൽ പിന്നെ എല്ലാം ബുദ്ധിമുട്ടാവും. അപ്പോൾ ആദ്യം നല്ല റഫ് ബുക്കൊക്കെ എടുത്ത് രണ്ടാമത്തെ പാഠത്തിൻ്റെ പേര് എഴുതുക. ആദ്യം രണ്ടാമത്തെ പാഠത്തിൻ്റെ പേരാണ് ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ്സ്. ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ്സ് എന്നാണ് നമ്മുടെ രണ്ടാമത്തെ പാഠത്തിൻ്റെ പേര്. നല്ല പേരല്ലേ? അതെ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ആദ്യം പറയുന്നത് ഒരു കുഞ്ഞി കഥയാണ്. കഥ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ആരുടെ കഥയാണെന്നറിയോ? ഗൗതമ ബുദ്ധയുടെ കഥയാണ്. നിങ്ങൾ ബുദ്ധ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഉണ്ടാവും. അപ്പം ബുദ്ധമതം എന്ന് കേട്ടിട്ടുണ്ടല്ലേ? ബുദ്ധമതത്തിൻ്റെ സ്ഥാപകനാണ് ശ്രീബുദ്ധ. അപ്പോൾ ആളുടെ ഒരു കുഞ്ഞൊരു കഥയാണ് നിങ്ങൾക്ക് പറയുന്നത്. അപ്പോൾ ഇത് മൊത്തം ഒന്ന് വായിച്ച് നോക്കുക. ഞാനിപ്പോൾ അത് വായിക്കാൻ നിൽക്കുന്നില്ല, പക്ഷെ ഞാൻ ആ കഥ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഇവിടെ ഒരു വീഡിയോ കുഞ്ഞിതായിട്ട് കാണിക്കാം. ആ വീഡിയോ നിങ്ങൾക്ക് ചെറുതായി കാണാം. ഞാൻ എൻ്റെ കഥ പറയാം. ഓക്കെ അല്ലേ? പറയാൻ പോവാണേ. നമ്മുടെ ശ്രീബുദ്ധൻ ഉണ്ടല്ലോ, ശ്രീബുദ്ധൻ്റെ ശരിക്കുള്ള പേര് സിദ്ധാർത്ഥ എന്നായിരുന്നു. എന്താണ് പേര്? സിദ്ധാർത്ഥ. അപ്പോൾ ഈ സിദ്ധാർത്ഥ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല. ആളൊരു രാജാവായിരുന്നു. പണ്ട് രാജകുടുംബത്തിലെ ഒരാളായിരുന്നു നമ്മുടെ സിദ്ധാർത്ഥ. പക്ഷെ ആദ്യമൊക്കെ ആൾ 25-30 വയസ്സ് വരെ ആൾ രാജകൊട്ടാരത്തിൽ നല്ല സുഖമായി നല്ല ലക്ഷൂറിയസ് ലൈഫാണ് ആൾ നയിച്ചിരുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേ ഒരു 30 വയസ്സൊക്കെ ആവാനായപ്പം ആളെന്ത് ചെയ്തു? കൊട്ടാരത്തിൽ നിന്നൊക്കെ വെളിയിലിറങ്ങി സാധാരണ ജനങ്ങളെ കാണാനായിട്ട് തുടങ്ങി. എല്ലാവരുടെ ബുദ്ധിമുട്ടും ആൾ കണ്ടു. അപ്പോൾ എല്ലാവരും നോക്കിയപ്പോൾ ആൾ ഒരുപാട് രോഗങ്ങളെ കണ്ടു, ഒരുപാട് സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ കണ്ടു. അതുപോലെ തന്നെ എന്താ പറയുക, വയസ്സായ ആളുകളെ കണ്ടു. അപ്പം മരണത്തിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവിധ ചിന്തകളിലൂടെയും ആൾ കടന്നു പോയി. അങ്ങനെ എന്താണ്, ആളിപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യഭരണം അല്ലെങ്കിൽ രാജാവിൻ്റെ പോലുള്ള പദവിയൊന്നും ആൾക്ക് അർഹിക്കുന്നില്ല. ആൾ സാധാരണ മനുഷ്യ ജീവിതം നയിക്കാനായിട്ട് ആൾ ഇഷ്ടപ്പെട്ടു. ഓക്കെ, സാധാരണ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നൊക്കെ ആൾ ഏറെ ചിന്തിച്ച് ആളെന്ത് ചെയ്തു എന്നറിയാം? ഒരു ദിവസം നിങ്ങളാണ് ഇങ്ങനെ ചെയ്യുക. ഒരു ദിവസം ആളെന്ത് ചെയ്തു? രാജകൊട്ടാരമൊക്കെ വിട്ട് ആൾ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് പുറത്തിറങ്ങി. ആൾ പോയി മെഡിറ്റേഷനും ധ്യാനമൊക്കെ ചെയ്ത് ഒറ്റയ്ക്ക് കാട്ടിൽ ജീവിക്കാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ ഒരു ദിവസം എന്ത് ചെയ്തു എന്നറിയോ? ഒരു ദിവസം ആളിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കേട്ടിട്ടില്ലേ, ആൾക്ക് പ്രബോധനങ്ങൾ ഒരുപാട് കിട്ടി. ആൾക്ക് ബോധോദയം സംഭവിച്ചു. ആൾക്ക് എന്താണ് മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നും അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്നും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും ഒക്കെ ആൾക്ക് ഉള്ള പ്രബോധനങ്ങൾ കിട്ടി. അങ്ങനെ ആ പ്രബോധനങ്ങളെല്ലാം വെച്ച് ഒരു മതം സ്ഥാപിക്കുകയാണ്. ഒരു 60 പേരെയൊക്കെ തിരഞ്ഞെടുത്ത് ആളെന്ത് ചെയ്തു? ഈ കാര്യങ്ങളെല്ലാവർക്കും പറഞ്ഞു കൊടുത്തു. നിങ്ങൾ പോയി എല്ലാ ലോകമെമ്പാടുള്ള എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കാനൊക്കെ പറഞ്ഞു. ആര്? നമ്മുടെ സിദ്ധാർത്ഥ. ആ സിദ്ധാർത്ഥയ്ക്ക് പ്രബോധനം കിട്ടിയപ്പം സിദ്ധാർത്ഥനെ നമ്മൾ ശ്രീ ബുദ്ധ എന്ന് വിളിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പം ഇങ്ങനൊരു കുഞ്ഞി കഥയാണ്, അതിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അടുത്തത് ഈ പാരഗ്രാഫ് തൊട്ട് നമുക്ക് വായിക്കാം കേട്ടോ. അപ്പോൾ പാരഗ്രാഫിൽ പറയുന്നത്, ദിസ് ഈസ് എ സ്റ്റോറി റിലേറ്റഡ് ടു the life of Gautama Buddha, the great philosopher who lived in India in the 6th century BCE. അപ്പം 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു ആര്? നമ്മുടെ ഗൗതമ ബുദ്ധ. ഓക്കെ, നമ്മുടെ ഗൗതമ ബുദ്ധ. ഇറ്റ് നറേറ്റ്സ് an event which became the turning point in the life of Siddhartha, who was not happy despite leading a rich and luxurious life as a prince. അല്ലേ? ഈ ഒരു കഥയിൽ പറയുന്നത് എന്താണ്? ആള് ഒരു രാജാവായിരുന്നു അല്ലേ? നല്ല സമ്പത്തും ലക്ഷൂറിയസ് ലൈഫൊക്കെ നയിച്ചിരുന്ന ഒരു രാജാവിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ മാറ്റത്തിൻ്റെ കഥയാണ് ഇവിടെ പറയുന്നത്. സീക്കിംഗ് ദ കോസ് ഓഫ് ദി സഫറിങ്സ് ഓഫ് ദ പീപ്പിൾ അറൗണ്ട് ഹിം, സിദ്ധാർത്ഥ ടുക്ക് ടു എസറ്റിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ജീവിതം നയിക്കുന്ന ഒരാളായി മാറി, അങ്ങനെ ഒരു അർത്ഥം വരുന്നത്. ആൻഡ് അറ്റൈൻഡ് എൻലൈറ്റ്മെൻറ്റ്, ബോധോദയം സംഭവിച്ചു, ജ്ഞാനബോധമുണ്ടായി. ആൻഡ് ലേറ്റർ ബിക്കം ടു ബി നോൺ ആസ് ഗൗതമ ബുദ്ധ, അങ്ങനെ ആൾ ഗൗതമ ബുദ്ധയായിട്ട് മാറി. ഇതാണ്
ഈ ഒരു ഫസ്റ്റ് പേജിൽ ഇത്രേ പറയുന്നുള്ളൂ. ആരെ പറ്റി പറയുന്നത്? ഗൗതമ ബുദ്ധ. ആൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്? 6ാമത്തെ സെഞ്ച്വറി, 6th സെഞ്ച്വറിയിലാണ് ഗൗതമ ബുദ്ധ ജീവിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാം. ഇത്രയും അവിടെ പറയുന്നുള്ളൂ. ജസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് ഒരു പാഠം തുടങ്ങുമ്പോൾ ഒരു കുഞ്ഞൊരു കഥ പറഞ്ഞ് നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തതാണ്. ഓക്കെ, നമുക്കിനി അടുത്തത് പഠിച്ചാലോ? ഓക്കെ, നമുക്കിനി അടുത്ത പേജ് പഠിക്കാം. 6th century BCE വാസ് എ റിമാർക്കബിൾ പീരീഡ് ഇൻ ദ വേൾഡ് ഹിസ്റ്ററി. നമ്മുടെ ലോക ചരിത്രത്തിൽ 6ാം നൂറ്റാണ്ടിന് വലിയ പ്രാധാന്യമാണുള്ളത്. അപ്പോൾ 6ാം നൂറ്റാണ്ടിൽ എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഏത് നൂറ്റാണ്ടിലാണ്? 6ാമത്തെ നൂറ്റാണ്ടിൽ കേട്ടോ. ഇനി ഞാനേ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്തി തരാവേ. അവരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളുകളാണ്. ഒരുപാട് മാറ്റങ്ങൾ ലോകത്തിന് വന്നതിന് കാരണം ഇവരൊക്കെയാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് ആൾക്കാരുണ്ട്. നിങ്ങളത് കാണാപ്പാഠം കഷ്ടപ്പെട്ട് പഠിക്കുമെന്ന് വേണ്ട. ജസ്റ്റ് ഈ പാഠം തുടങ്ങുന്നതിന് മുന്നേ അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ 2 ആൾക്കാരെ പറ്റി പറയുന്നുണ്ട്. ഇന്ത്യയിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന 2 പ്രധാന വ്യക്തികളായിരുന്നു നമ്മുടെ വർത്തമാന മഹാവീര. കേട്ടിട്ടില്ലേ? ഉണ്ടാവും. വർത്തമാന മഹാവീരയും അതുപോലെ തന്നെ ഗൗതമ ബുദ്ധ. ഗൗതമ ബുദ്ധനെ പറ്റി നമ്മൾ നേരത്തെ പഠിച്ചില്ലേ ഇപ്പോൾ? യെസ്. അപ്പോൾ ഇന്ത്യയിൽ 2 പേരെ പറയുന്നത്, അത് ജസ്റ്റ് പഠിക്കാമല്ലോ, അത് സിമ്പിളല്ലേ. ഏതൊക്കെയാണ്? വർത്തമാന മഹാവീരി, ഗൗതമ ബുദ്ധി. അപ്പോൾ 6ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായ 2 വ്യക്തികളാണ് വർത്തമാന മഹാവീരിയും ഗൗതമ ബുദ്ധയും. പഠിച്ചില്ലേ? ഇനി ഇറാനിലും ഒരാളുണ്ടായിരുന്നു. ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തും ഒരാൾ വലിയ മാറ്റങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കി. ആളുടെ പേരാണ് സരശുത്ര. എന്താണ്? സരശുത്ര. പക്ഷെ നിങ്ങൾ ഈ പേരൊന്നും കാണാപാഠം പഠിക്കുന്നു വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പഠിക്കേണ്ട കാര്യങ്ങൾ ഞാൻ എടുത്ത് പറയാം. ഇപ്പം നിങ്ങൾ ഇന്ത്യയിൽ 2 പേരെ പഠിച്ചില്ലേ? അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഇറാനിലെ ആളുടെ പേര് ഞാൻ പറഞ്ഞു, അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കണ്ട. ഓക്കെ, പഠിക്കാനുള്ളത് ഞാൻ പറയാം. ഇനി ചൈനയിൽ ഒരാളുണ്ടായിരുന്നേ. ചൈനയിലെ ആ വ്യക്തിയുടെ പേരാണ് കൺഫ്യൂഷ്യസ്. എന്താണ്? കൺഫ്യൂഷ്യസ്. എവിടെയായിരുന്നു ആൾ? ചൈനയിലായിരുന്നു. ഇനി ഗ്രീസിൽ ഒരാളെ പറ്റിയും കൂടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഹെറാക്ലൈറ്റസ്. എന്താണ്? ഹെറാക്ലൈറ്റസ് എന്നാണ് ആളുടെ പേര്. അപ്പോൾ ഇത്രയും ആളുകളെയാണ് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് തുടക്കത്തിൽ കുറച്ച് ആളുകളുടെ പേര് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നല്ലല്ലോ, ജസ്റ്റ് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, ഇൻ ദിസ് പീരീഡ് drastic changes also occurred in economic and political fields across the world. ആ സെൻറ്റൻസിൽ പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് വലിയ വലിയ മാറ്റങ്ങൾ ലോകത്തുണ്ടായി. എന്തൊക്കെ? സാമ്പത്തികപരമായിട്ടും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച കാലഘട്ടമാണ് 6ാം നൂറ്റാണ്ട്. ഓക്കെ അല്ലേ? അടുത്ത സെൻറ്റൻസിൽ പറയുന്നത് ന്യൂ പൊളിറ്റിക്കൽ സിസ്റ്റംസ് ഓൾസോ കെയിം ഇൻ ടു എക്സ്റ്റെൻസ്. പുതിയ രാഷ്ട്രീയ സംവിധാനങ്ങൾ നിലവിൽ വന്ന കാലഘട്ടമായിരുന്നു അത്. വി വിൽ ഡിസ്കസ് ദോസ് ചേഞ്ചസ് ഇൻ ദിസ് ചാപ്റ്റർ. അപ്പോൾ ആ കാലഘട്ടത്തിൽ സംഭവിച്ച ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പോൾ ആ മാറ്റങ്ങളൊക്കെ നമ്മൾ പഠിക്കണ്ടേ? അപ്പോൾ അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഈ ചാപ്റ്റർ. ഓക്കെ, നമ്മളിനി നമ്മുടെ ചാപ്റ്ററിൻ്റെ പ്രധാന ഭാഗങ്ങളിലോട്ട് കടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഫസ്റ്റ് ടോപ്പിക്കാണ് ഐഡിയോളജിക്കൽ റെവല്യൂഷൻ ഇൻ ദി ഗംഗാ ബേസിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലല്ല ദി ടോപ്പിക്കിൽ നമ്മൾ ഗംഗാ നദീതടം എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? ഓക്കെ, ഗംഗാ നദി എവിടെയെന്നറിയോ? അത് ഞാൻ ആ ഒരു ഫിഗർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്ത്യയുടെ ഈ ഭാഗത്താണ് നമ്മൾ ഗംഗാ നദി കിടക്കുന്നത് അല്ലേ? അപ്പോൾ എന്താണ്? അപ്പോൾ അതിന് ചുറ്റും വരുന്ന ഒരുപാട് രാജ്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളും സ്റ്റേറ്റുകളും പിന്നെ വേറെയും കുറച്ച് രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്ന് മാറിപ്പോയ രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഗംഗാ ബേസിൻ. ഓക്കെ, അപ്പം ഗംഗാ നദീതടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് 6ാം നൂറ്റാണ്ടിൽ സംഭവിച്ച കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെൻറ്റൻസ് വായിച്ചാലോ? വായിക്കാം. ഡ്യൂറിങ് ദി 6th century BCE,
It was mainly in the region of the Ganga basin that new ideas emerged in India. The material conditions of the Ganga basin played an important role in the development of new ideas എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗംഗാ ബേസിൻ എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ ഒരുപാട് അവിടെ മാത്രം കണ്ടിരുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. മെറ്റീരിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, വസ്തുക്കൾ അല്ലേ. അപ്പോൾ അതൊക്കെ വെച്ചപ്പം അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഒരുപാട് ഐഡിയകൾ വന്നു. ഇത് വെച്ച് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ. അപ്പോൾ ആ ഐഡിയയിൽ നിന്ന് അവിടെ എന്ത് സംഭവിച്ചു, ഒരുപാട് മാറ്റങ്ങൾ ഈ 6-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചു. ഇത്രേ പറയുന്നുള്ളൂ ആ 2 സെൻറ്റൻസിൽ കേട്ടോ. ഇപ്പം നമ്മൾ മെറ്റീരിയൽ കണ്ടീഷൻസ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽ കണ്ടീഷൻസ് ആണ് ഈ ഒരു മാറ്റത്തിന് കാരണമാക്കിയത് എന്ന് നമുക്ക് പഠിക്കാം. 3 പോയിൻറ്റുകളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. 3 പോയിൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പം 2 മാർക്കിനൊക്കെ ചോദിക്കാൻ ചിലപ്പോഴേ. അപ്പോൾ 2 പോയിൻ്റ് എഴുതണം. അപ്പോൾ അതിന് 3 പോയിൻ്റ് ഇപ്പോൾ പഠിച്ചാലേ നമുക്ക് എക്സാമിന് 2 പോയിൻ്റ് ഓർമ്മ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. 1-ാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്നത്തെ കാലത്ത് ഈ ഗംഗാ ബേസിൻ റീജിയൻസിൽ ഒരുപാട് അയേൺ ടൂളുകൾ അവർ ഉപയോഗിച്ചു. വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് അയേൺ ടൂൾസ്, അതാണ് 1-ാമത്തെ പോയിന്റ്. വായിച്ചേ, വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് അയേൺ ടൂൾസ്. വ്യാപകമായി അവർ എന്തുപയോഗിച്ചിരുന്നു, ഇരുമ്പിൻ്റെ ടൂളുകൾ ഉപയോഗിച്ചു. ക്ലിയർ അല്ലേ? 1-ാമത്തെ പോയിന്റ് പഠിച്ചേ. പോയിന്റ് ഒന്നുകൂടി പറഞ്ഞേ, വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് അയേൺ ടൂൾസ്. അപ്പോൾ അത് പഠിച്ചു ഇല്ലേ? ഓക്കെ, അപ്പോൾ 1-ാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു. 2-ാമത്തെ പോയിൻ്റാണ് ഇൻക്രീസ്ഡ് എഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. എന്താണ് ഇൻക്രീസ്ഡ് എഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ? അപ്പോൾ അതിൻ്റെ മീനിങ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അവർ കൃഷിയൊക്കെ ചെയ്ത് കൃഷി ഉൽപ്പന്നങ്ങൾ എന്തുകൂടി, അതിൻ്റെ ഉൽപ്പാദനം കൂടി. ഓക്കെ, അപ്പോൾ അത് 2-ാമത്തെ പോയിന്റ്, ഇൻക്രീസ്ഡ് എഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. അതും പഠിച്ചു അല്ലേ? അതും നല്ല സിമ്പിൾ പോയിൻ്റാണ്. 2 പോയിന്റ് നമ്മൾ പഠിച്ചു. വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് അയേൺ ടൂൾസും പഠിച്ചു, അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് എഗ്രികൾച്ചറൽ പ്രൊഡക്ഷനും. ആ 2 പോയിന്റ് നമ്മൾ പഠിച്ചു. ക്ലിയർ ആണേ? 3-ാമത്തെ പോയിന്റ് പറയാൻ പോവാണ്, ഗ്രോത്ത് ഓഫ് ട്രേഡ് ആൻഡ് സിറ്റീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാപാരങ്ങൾ വളർന്നു എന്ന്. ഇപ്പം നോക്കി, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഞാൻ കൃഷി ചെയ്ത് ഒരുപാട് സാധനങ്ങൾ എനിക്ക് കിട്ടി. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് എനിക്ക് ഇത്രയും സാധനങ്ങളുടെ ആവശ്യമില്ല. അപ്പം ഞാനത് എന്ത് ചെയ്തു, വിറ്റ് തുടങ്ങി. ട്രേഡ്, വ്യാപാരം ആരംഭിച്ചു. ഓക്കെ, അപ്പം അതാണ് 3-ാമത്തെ പോയിന്റിൽ പറയുന്നത്, ഗ്രോത്ത് ഓഫ് ട്രേഡ്. പിന്നെ ആ 3-ാമത്തെ പോയിന്റിൽ തന്നെ പറയുന്നുണ്ട് സിറ്റികൾ വളർന്നു എന്നല്ലേ. സിറ്റീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നഗരങ്ങൾ. എങ്ങനെയാണ് നഗരങ്ങൾ വളരുക? ഇപ്പം ഞാനും പറഞ്ഞു ഞാൻ വ്യാപാരം തുടങ്ങിയെന്ന്. ഇപ്പം ഞാൻ തുടങ്ങിയ പോലെ തന്നെ എൻ്റെ അപ്പുറത്തെ വീട്ടിലുള്ളവരും ഇപ്പുറത്തെ വീട്ടിലുള്ളവരും എല്ലാവരും എന്ത് ചെയ്യാണ്, വ്യാപാരം. അവരും കൃഷി ചെയ്ത് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടായി. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കുറേ വ്യാപാരം നടത്തി. അപ്പോൾ അവിടേക്ക് എന്തോരം കുറേ ആൾക്കാർ വരില്ലേ സാധനങ്ങൾ വാങ്ങാൻ. അപ്പോൾ സാധനങ്ങൾ വാങ്ങി വാങ്ങി അതൊരു നഗരമായി മാറുകയാണ്. പിന്നെ ഒരുപാട് ജനങ്ങൾ വരുന്ന എന്താണ്, ഒരു ടൗണായി മാറുകയാണ്. നമ്മുടെ അടുത്തുള്ള ആൾക്കാർ മാത്രമല്ല, വിദേശത്തു നിന്നും ആൾക്കാർ വരും. അങ്ങനെ അതൊരു സിറ്റിയായി പിന്നീട് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അതാണ് 3-ാമത്തെ പോയിന്റിൽ പറയുന്നത്, എന്താണ്, ഗ്രോത്ത് ഓഫ് സിറ്റീസ്, സിറ്റികളിൽ വരുന്ന വളർച്ച. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ 3 പോയിന്റ് നമ്മൾ പഠിച്ചേ. 1-ാമത്തെ പോയിന്റ് എന്തായിരുന്നു, വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് അയേൺ പഠിച്ചു. ഇൻക്രീസ്ഡ് എഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, അതും പഠിച്ചു. ഗ്രോത്ത് ഓഫ് ട്രേഡ് ആൻഡ് സിറ്റീസ്. നിങ്ങൾ എൻ്റെ ടിക്ക് ഇടൽ നോക്കണ്ട, അതൊക്കെ ഇതിലധികം യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ഈ പെന്ന്. ഓക്കെ, അപ്പോൾ ഈ 3 പോയിന്റും പഠിച്ചില്ല. നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുക്കുന്നത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണം. ഞാൻ ക്ലിയർ ആവുന്ന വരെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലേ ഇപ്പം ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എന്തെങ്കിലും ക്ലാസ്സിന് എന്തെങ്കിലും സംശയം വന്ന് നിങ്ങൾക്ക് അവിടെ ചോദിക്കാം. അതുപോലെ തന്നെ ഞാനിപ്പോൾ യൂട്യൂബിൽ എപ്പോൾ ക്ലാസ് ഇടുകയാണെങ്കിലും അതിൻ്റെ ലിങ്ക് ഞാൻ അപ്പോൾ തന്നെ ഷെയർ ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്ക് നേരം വൈകാണ്ട് എന്ത് ചെയ്യാം, ഈ വീഡിയോ എടുത്ത് കാണാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഒരു ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. ജൂലൈ 1-ാം തീയതി മുതൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള എല്ലാവരും ജോയിൻ ആവാൻ ഞാൻ അവിടെ നമ്പർ കൊടുക്കാം. ആ നമ്പറിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾ പേര് പറയുക, രജിസ്റ്റർ ചെയ്യുക, ഞാൻ നിങ്ങളെ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ക്ലാസ് ഞാൻ പറഞ്ഞില്ലേ ജൂലൈ 1-ാം തീയതി മുതലേ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ജൂലൈ 1-ാം തീയതി ഇപ്പോൾ ആവാനായിട്ടാണ്. 3 സബ്ജക്റ്റിനാണ് ട്യൂഷൻ കൊടുക്കുന്നത്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി.
അപ്പോൾ ഈ 3 സബ്ജക്റ്റ് നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ഫീസ് വരുന്നത് മാസം 200 രൂപയാണ്. അത്രേ ട്യൂഷൻ ഫീസ് വരുന്നുള്ളൂ. ഇനിയിപ്പം അതും ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇപ്പം എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി, അതൊന്നും സീനില്ല. ഓക്കെ, അപ്പം നിങ്ങൾ വൈകാണ്ട് എന്ത് ചെയ്യുക, ജോയിൻ ആവുക. കാരണം നമ്മൾ 1-ാം തീയതി ഇപ്പം ആവാനായിട്ടുണ്ട്. വൈകിയ എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് ലാഗാവും ക്ലാസ് കിട്ടാനായിട്ട്. അപ്പം അത്രയേ ഉള്ളൂ. എന്തായാലും നമുക്ക് ബാക്കി പഠിക്കാം. ട്യൂഷൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു, നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിക്കാം. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്ന 3 പോയിൻറ്റ് ക്ലിയർ അല്ലേ? 3 പോയിൻറ്റും പഠിച്ചു. ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞേ, കാണാപ്പടം പറഞ്ഞു നോക്കിയൊക്കെ. ആദ്യത്തെ പറഞ്ഞത് നമ്മൾ ടൂൾസ് അല്ലേ, ഇരുമ്പിൻ്റെ ടൂളുകൾ അവരുപയോഗിച്ചു. വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് അയേൺ ടൂൾസ്, അപ്പോൾ അത് പഠിച്ചു, ക്ലിയർ ആണ്. 2-ാമത്തെ പോയിൻറ്റ് ഇൻക്രീസ്ഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, അതും പഠിച്ചു. 3-ാമത്തെ പോയിൻറ്റ് ഗ്രോത്ത് ഓഫ് ട്രേഡും അതുപോലെ തന്നെ ആൻഡ് സിറ്റീസ്. അപ്പോൾ 3 പോയിൻറ്റും ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തത് പഠിക്കാം. ഇനി 6-ാം നൂറ്റാണ്ടിൽ സംഭവിച്ച വേറൊരു കുഞ്ഞൊരു മാറ്റം കൂടി, കുഞ്ഞിതല്ല ഒരു വലിയ മാറ്റം കൂടെ ആ കാലഘട്ടത്തിൽ സംഭവിച്ചു. അതിനെ പറ്റിയിട്ടാണ് അടുത്ത ഈ പാരഗ്രാഫിൽ നമ്മൾ പഠിക്കുന്നത്. പഠിച്ചാലോ? ഓക്കെ. ബൈ ദി 6th century BCE, 6-ാം നൂറ്റാണ്ടായപ്പം എ സോഷ്യോ എക്കണോമിക് സിസ്റ്റം ബേസ്ഡ് ഓൺ അഗ്രികൾച്ചർ ആൻഡ് കാറ്റിൽ ഹാഡ് എമേർജ്ഡ് ഇൻ ദി ഗംഗാ ബേസിൻ. ഗംഗാ ബേസിനിൽ എന്താ സംഭവിച്ചത്? സോഷ്യോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമൂഹികപരമായിട്ടും എക്കണോമിക് സാമ്പത്തികപരമായിട്ടും. എന്തുകൊണ്ട് സമ്പത്ത് എന്ന് ഇവിടെ പറഞ്ഞത്? കാരണം കന്നുകാലികൾ ഉണ്ടെങ്കിലേ കൃഷി ചെയ്യാൻ എളുപ്പത്തിൽ പറ്റുള്ളൂ. കൃഷി ചെയ്താലേ അവിടെ വ്യാപാരങ്ങൾ സംഭവിക്കുള്ളൂ, അവരുടെ സമ്പത്ത് വർദ്ധിക്കുള്ളൂ. അപ്പോൾ സാമൂഹികപരമായും എക്കണോമിക് സാമ്പത്തികപരമായിട്ടും എന്താണ് അവിടെ ആ ഒരു കാലഘട്ടത്ത് ഒരുപാട് മാറ്റങ്ങൾ ഈ പറഞ്ഞ കൃഷിയും അതുപോലെ തന്നെ കന്നുകാലികളും തമ്മിൽ ഉണ്ടായി. അതാണ് 1-ാമത്തെ സെൻറ്റൻസിൽ പറയുന്നത്. ദിസ് വാസ് നോട്ട് ഇൻ ഹാർമണി വിത്ത് ദി വേദിക് പ്രാക്ടീസ് വിച്ച് ഗേവ് ഇമ്പോർട്ടൻസ് ടു റിച്വൽസ് ആൻഡ് ആനിമൽ സാക്രിഫൈസസ്. പക്ഷേ ഇത് അന്ന് നിലനിന്നിരുന്ന വേദിക് സമ്പ്രദായങ്ങളോട് ഒരു ഐക്യം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു പൊരുത്തം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്? വേദിക് പ്രാക്ടീസസിൽ എന്താ സംഭവിച്ചിരുന്നത്? അവർ പ്രാധാന്യം കൊടുത്തിരുന്നത് അവരുടെ പൂജകൾക്കും അതുപോലെ തന്നെ കന്നുകാലികളെ ദേവന്മാർക്ക് കാഴ്ചവെക്കുന്നതിലൊക്കെയായിരുന്നു ഈ വേദിക് സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നത്. അടുത്ത സെൻറ്റൻസിലും ഞാൻ ഈ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറയുന്നത്, പക്ഷെ നമുക്കൊന്ന് വായിക്കാം അല്ലേ. Agriculture depending on cattle was adversely affected by the widely prevailed practice of animal sacrifice as part of rituals. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ഈ വേദിക് പ്രാക്ടീസസ്, വേദിക് സമ്പ്രദായമൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അല്ലേ. ഒരുപാട് പൂജകൾക്ക് പൂജകൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു. അതിൽ ഒരുപാട് ആനിമൽസിനെയും അവർ ബലിയായി കൊടുത്തു അല്ലേ. ഈ പറഞ്ഞ കൃഷിയും ഈ കന്നുകാലികളുമായി ഒരുപാട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന ആചാരങ്ങളുമായി ഇനി അവർക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാതായി തുടങ്ങി. പ്രിവെയിൽഡ് പ്രാക്ടീസ് എന്ന് വെച്ചാൽ നിലനിന്നിരുന്ന ആചാരങ്ങൾ, ഓക്കെ, അതുമായി പൊരുത്തപ്പെടാൻ അവർക്ക് പറ്റാത്തൊരവസ്ഥയായി തുടങ്ങി. കാരണം അവർക്ക് എന്തായാലും മൃഗങ്ങളെ ആവശ്യമുണ്ട്. ഇതേപോലെ ദേവന്മാർക്ക് പൂജയ്ക്കും അതുപോലെ ബലി കൊടുക്കാനുള്ളതെല്ലാം മൃഗങ്ങളല്ലേ. അവർക്ക് അവരുടെ സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും അവർക്ക് കൃഷിയിൽ മുന്നേറാനും ഒക്കെ എന്ത് വേണം? മൃഗങ്ങളെ ആവശ്യമാണെന്ന് അവർക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ അന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് ഈ പറഞ്ഞ വേദിക് പൂജകളും ആചാരങ്ങളൊന്നും വേണ്ട എന്ന് വെച്ചാൽ അവർ ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്തു? വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ വേണ്ടാന്ന് വെക്കാനായിട്ട് തുടങ്ങിയെന്ന്. അപ്പം അത്രയേ ഉള്ളൂ. നമ്മുടെ 3-ാമത്തെ ഈ പാരഗ്രാഫ് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സിമ്പിളല്ലേ കാര്യം? ഇത്രയും മനസ്സിലാക്കുക. അന്നത്തെ കാലത്ത് കൃഷിക്കും കന്നുകാലികൾക്കും ഒരുപാട് പ്രാധാന്യം കൂടി. അന്ന് നിലനിന്നിരുന്ന വേദിക് സമ്പ്രദായങ്ങൾ ഇല്ലാതായി തുടങ്ങി. ഇത്രയേ ഉള്ളൂ. ഇത്രയാണ് അതിൽ പറയുന്നുള്ളൂ. സംഭവം സിമ്പിളാണ്. നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞ് ഒന്നുകൂടെ ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം കേട്ടോ. അടുത്തത് പറയുന്നത് വൈശ്യാസിനെ പറ്റിയിട്ടാണ്. വൈശ്യാസ് നിങ്ങൾ ഇവിടെ കേട്ടത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ വർണ്ണ സിസ്റ്റം പഠിച്ചു അല്ലേ. 4 വർണ്ണങ്ങളുണ്ട്. അതിൽ 3-ാമത്തെയാണ് വൈശ്യാസ്. വൈശ്യാസ് എന്തായിരുന്നു? ലാൻഡ് ഓണേഴ്സ് ഒക്കെ ആയിരുന്നില്ലേ, കുറേ സ്ഥലങ്ങളുടെ തലവന്മാരൊക്കെ ആയിരുന്നു അല്ലേ.
അപ്പം അങ്ങനെ ഒരുപാട് ലാഭം പ്രതീക്ഷിക്കുന്ന ആളുകളായിരുന്നു നമ്മുടെ വൈശ്യാസ്. അപ്പം വൈശ്യാസിൻ്റെ കയ്യിൽ എന്തുണ്ടെന്നറിയോ? വൈശ്യാസ് ഹു ഹാഡ് എക്വയേർഡ് ബെറ്റർ മെറ്റീരിയൽ പ്രോഗ്രസ് ത്രൂ അഡ്വാൻസ്മെൻറ്റ് ഇൻ ട്രേഡ് ഡിസയേർഡ് എ ബെറ്റർ സ്യൂട്ടബിൾ ഹയർ സ്റ്റാറ്റസ് ഇൻ ദ സൊസൈറ്റി. അപ്പം ഈ വൈശ്യാസ് ഇപ്പം കിടക്കുന്നത് ഈ ബ്രാഹ്മിൻസിൻ്റെയും ക്ഷത്രിയസിൻ്റെയും ഒക്കെ കീഴെയാണ് അല്ലേ, അവരെക്കാളൊക്കെ താഴെയാണ് നമ്മുടെ വൈശ്യാസ് കിടക്കുന്നത്. പക്ഷേ വൈശ്യാസിനെ മനസ്സിലായി, വൈശ്യാസിനെ ഈ 6-ാം നൂറ്റാണ്ടിൽ ഒരുപാട് ഉയർച്ച സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ വ്യാപാരങ്ങളൊക്കെ വളർന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവരുടെ കയ്യിൽ ഒരുപാട് സാധനങ്ങൾ വിൽക്കാനൊക്കെ ഉണ്ടായി, മെറ്റീരിയൽ പ്രോഗ്രസ് ഉണ്ടായി, ഒരുപാട് വസ്തുക്കൾ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പം എന്ത് സംഭവിച്ചു? അവർക്ക് വ്യാപാരത്തിൽ ഉയർച്ച സംഭവിച്ചു. അങ്ങനെ ഇവർക്കൊരു തോന്നൽ വരികയാണ്, എനിക്ക് എന്ത് ചെയ്യണം, ഈ ഒരു സമൂഹത്തിൽ കുറച്ചും കൂടി നിലയും വിലയൊക്കെ വേണം എന്ന് ആർക്ക് തോന്നി? നമ്മുടെ വൈശ്യാസിന് തോന്നി. ഓക്കെ, ഡ്യൂറിങ് ദിസ് പീരീഡ്, ഈ ഒരു കാലഘട്ടത്തിൽ സം ക്ലാസ്സസ് എമേർജ്ഡ് ഔട്ട്സൈഡ് ദി എക്സിസ്റ്റിംഗ് വർണ്ണ സിസ്റ്റം. അപ്പോൾ ഞാൻ പറഞ്ഞു വർണ്ണ സിസ്റ്റത്തിൽ 4 കൂട്ടം ആളുകളാണ് ഉണ്ടായിരുന്നത് അല്ലേ, 4 ക്ലാസ്സുകളായിരുന്നു. ഏതൊക്കെയായിരുന്നു? ബ്രാഹ്മിൻസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ്. പക്ഷേ ഈ 6-ാം നൂറ്റാണ്ടിലെ ഇതിന് പുറമെ ഒരുപാട് വേറെയും കുറേ ഗ്രൂപ്പുകൾ വരാനായിട്ട് തുടങ്ങി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പം പുറമേ നിന്ന് വർണ്ണ സിസ്റ്റത്തിൽ അല്ലാത്ത വേറെയും കുറച്ച് കൂട്ടം ആളുകൾ ഇതിലോട്ട് വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പം അവർ ഈ ബ്രാഹ്മിൻസും ക്ഷത്രിയാസ് ആ കൂട്ടത്തിലൊന്നും പോയിട്ടില്ല. അവർ വേറൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. അതിനെ പറയുന്ന പേരാണ്, അതിൽ ഒരെണ്ണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൻ്റെ പേര് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ഗഹപതീസ്. എന്താണ്? ഗഹപതീസ്. അവരുണ്ടല്ലോ നല്ല റിച്ച് ആയിട്ടുള്ള ആളുകൾ, നല്ല സമ്പത്തൊക്കെയുള്ള ആളുകളായിരുന്നു ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്. ദേ വേർ എൻഗേജ്ഡ് ഇൻ ട്രേഡ് ആൻഡ് ഓൺഡ് ലാൻഡ്. അവരുടെ കയ്യിൽ അവർ ഒരുപാട് വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന ആളുകളായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ലാൻഡ്, ഒരുപാട് ഭൂമിയുള്ള ആളുകളായിരുന്നു ആരെ? നമ്മുടെ ഗഹപതീസ്. ഇൻ ദിസ് വേ ദേ വേർ ഇൻ എ ഫിനാൻഷ്യലി ഹയർ പൊസിഷൻ ആൻഡ് ദസ് ഗെയിൻഡ് ബെറ്റർ സ്റ്റാറ്റസ് ഇൻ ദ സൊസൈറ്റി. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇവരുടെ കയ്യിൽ ഒരുപാട് കാശുണ്ട്. ഇവർ ഫിനാൻഷ്യലി എന്താണ്? ഒരുപാട് ഉയർന്ന നിലയിലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവർ സമൂഹത്തിൽ വലിയൊരു സ്ഥാനം ഉള്ള ആളുകളായിട്ട് മാറി. ഇറ്റ് വാസ് അണ്ടർ ദിസ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ദാറ്റ് ന്യൂ ഐഡിയോളജിക്കൽ കൺസെപ്റ്റ്സ് വെർ ഫോർമുലേറ്റഡ്. അങ്ങനെ ആ സമയത്ത് ഒരുപാട് പുതിയ പുതിയ സാമൂഹികപരമായ മാറ്റങ്ങൾ സംഭവിച്ചു. ഇത്രയുള്ളൂ. എമംഗ് ദീസ് ദ ജൈൻ ആൻഡ് ബുദ്ധിസ്റ്റ് ഫിലോസഫീസ് വെർ ദി ഇമ്പോർട്ടൻറ്റ് വൺസ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ജൈനിസം അതുപോലെ തന്നെ ബുദ്ധിസം ഒക്കെ നിലവിൽ വന്നു. ഓരോരോ മതങ്ങളാണ്. ജൈനിസം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ജൈനിസം അതുപോലെ തന്നെ ബുദ്ധിസം, ഇതേപോലത്തെ മതങ്ങളെല്ലാം നിലവിൽ വന്നിരുന്നു. ദീസ് ന്യൂ ഐഡിയാസ് ഗോട്ട് ദി സപ്പോർട്ട് ഓഫ് വൈശ്യാസ് ആൻഡ് ഗണപതീസ്. അതുപോലെ തന്നെ ഈ 2 ഗണപതീസ് അല്ല ഗഹപതീസ്. അപ്പം ഈ വൈശ്യാസും അതുപോലെ തന്നെ ഗഹപതീസും ഈ 2 ബുദ്ധിസത്തിനും ജൈനിസത്തിനും പ്രാധാന്യം കൊടുത്തിരുന്ന ആളുകളായിരുന്നു. ക്ലിയർ അല്ലേ? ഇത്രയും മനസ്സിലാക്കണ്ടോ? ഈ വൈശ്യാസിനും ഗഹപതീസിനും ഒരുപാട് സാമൂഹികപരമായി ഒരുപാട് നേട്ടം സംഭവിച്ച കാലഘട്ടമായിരുന്നു 6-ാം നൂറ്റാണ്ട്. അവർ വ്യാപാരത്തിൽ ഒരുപാട് അവർക്ക് ഉയർച്ച സംഭവിച്ചു. അതുപോലെ തന്നെ എന്താ പറയുക, അവരുടെ സമൂഹത്തിൽ ഒരുപാട് വിലയും നിലയും കൂടി. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ടോപ്പിക്ക് കഴിഞ്ഞു. ക്ലിയർ അല്ലേ? അപ്പം പഠിക്കണേ. പിന്നെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാം. ഈ 3 പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പോയിൻ്റ് മാത്രം പഠിച്ചവരാണ്. ക്വസ്റ്റ്യൻ പഠിക്കണം. എന്താണ് ക്വസ്റ്റ്യൻ? ഇങ്ങനെയാണ് ചോദിക്കുക. എന്തൊക്കെ ഫാക്ടേഴ്സാണ്, എന്തൊക്കെ ഘടകങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്? ദ ഫാക്ടേഴ്സ് ഹെൽപ്ഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് മെറ്റീരിയൽ കണ്ടീഷൻസ്. ഈ പറഞ്ഞ മെറ്റീരിയൽ കണ്ടീഷൻസ്, എന്തൊക്കെ വസ്തുക്കളാണ് അവിടെ ഉണ്ടായിരുന്ന മാറ്റങ്ങൾക്ക് കാരണം? ആ ഒരു ഗംഗാ ബേസിനിൽ എന്തൊക്കെ വസ്തുക്കളാണ് അവരവിടെ ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ വസ്തുക്കൾ ഉണ്ടായപ്പോഴാണ് അവർക്ക് ഇത്രയും മാറ്റങ്ങൾ സംഭവിച്ചത്? അപ്പം അങ്ങനെ ചോദിക്കും. ഈ പോയിന്റ് പഠിച്ചാൽ മതി. അപ്പോൾ ആ പോയിന്റ് ഇതാണ് ചോദിക്കുക, ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്തും? ഈ 3 പോയിന്റും ആൻസർ ആയിട്ട് എഴുതും. ഓക്കെ അല്ലേ? അപ്പം അത് പഠിക്കണം കേട്ടോ.
പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, പിന്നെ ഇങ്ങനെ ചോദിക്കുക, ഗംഗാ ബേസിനിൽ എന്തൊക്കെ റെവല്യൂഷൻസാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ വിപ്ലവങ്ങളാണ് സംഭവിച്ചിരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5-6 മാർക്കിന് നിങ്ങൾക്ക് എന്തൊക്കെ പോയിൻ്റ് ചെയ്താൻ പറ്റും, അതെല്ലാം എഴുതുക. അപ്പം ഇതിൻ്റെ ഉള്ളിലൊരു പോയിൻ്റ് ഇല്ലേ, വേദിക് സിസ്റ്റത്തിൽ വന്ന മാറ്റങ്ങളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഗഹപതീസ് വന്നു, വൈശ്യാസിൻ്റെ കാര്യം പറയാം. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ ഗംഗാ ബേസിന് കുറച്ച് അധികം പോയിൻ്റ് നിങ്ങൾ ഒരു 12 പോയിൻറ്റിലും പഠിച്ചിട്ട് പോകണം. ഓക്കെ, അപ്പോൾ ഗംഗാ ബേസിന് എവിടെ കേട്ടാലും നിങ്ങൾക്ക് ഈ പോയിൻ്റ് എല്ലാം ഓർമ്മ വരണം, എഴുതാനായിട്ട് പറ്റണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് സിമ്പിളായിട്ട് നമ്മളത് പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി വേഗം എന്ത് ചെയ്യുക, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനി നേരെ പോയി ടെക്സ്റ്റ് എടുക്കുക, എല്ലാം ഒന്നുകൂടെ വായിക്കുക, മനസ്സിലാവാത്തത് ചോദിക്കുക. നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലും മതി, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ അല്ലേ? പിന്നെ നമ്മുടെ ട്യൂഷന് ജോയിൻ ചെയ്യാം കേട്ടോ, കെമിസ്ട്രി, ഫിസിക്സ്, അതുപോലെ തന്നെ ബയോളജി. കെമിസ്ട്രി ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുമോ എന്നൊക്കെ അറിയില്ല, കാരണം നമ്മൾ ട്യൂഷന് ജോയിൻ ചെയ്യുന്നവർക്ക് പിന്നെ ഒരു വിഷമമായാലോ ഇനി ഞാൻ അപ്ലോഡ് ചെയ്താലേ, അതുകൊണ്ട് ആണ് അപ്ലോഡ് ചെയ്യാനൊരു ബുദ്ധിമുട്ട്. ഇനി നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പോൾ പോയിട്ട് സോഷ്യൽ ഈ ക്ലാസ് കണ്ടത് വേഗം പോയിട്ട് പഠിക്കാം. അടുത്ത ലെക്ചറായിട്ട് ഞാൻ വീണ്ടും വരും. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഓക്കെ, ടാറ്റാ.